വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിന് ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിയുന്നവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപതിച്ചു. ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം വചന അടിസ്ഥാന ജീവിതം നയിക്കുന്നതിന് വേണ്ടി തന്നെ ബൈബിൾ വായിച്ച് ധ്യാനിച്ച് ജീവിക്കുമ്പോൾ നല്ല വൃക്ഷമായിട്ട് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന ഫലങ്ങളും നല്ലതായിരിക്കും, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ, സേവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് താല്പര്യരാകാം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെയും വിശുദ്ധിയിലായിരിക്കട്ടെ. കാരണം യേശു പറയുന്നുണ്ട്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയം ശുദ്ധമുള്ളതാണെങ്കിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെയും ശുദ്ധമുള്ളതായിരിക്കും. നമ്മുടെ ഫലങ്ങളും ശുദ്ധമുള്ളതായിരിക്കും. അങ്ങനെ അനേകർക്ക് സന്തോഷം നൽകുന്നതായിരിക്കും, സമാധാനം നൽകുന്നതായിരിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.